പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ റമദാൻ മാസത്തിൽ നൽകേണ്ട സക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില കർമ്മവശങ്ങൾ മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫിത്ർ സക്കാത്ത്? ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് സ്വതഖത്തുൻ വാജിബ, നിർബന്ധമായ ദാനധർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അത് നൽകേണ്ടതും അത് നൽകലുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിർബന്ധമായ ഫിത്ർ സക്കാത്ത് എല്ലാ മുഅ്മിനും കൊടുക്കൽ നിർബന്ധമാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. വിശുദ്ധമായ റമദാനിലെ ഓരോ നോമ്പും നാം മുറിക്കാറുണ്ട്, ഇഫ്താർ നടത്താറുണ്ട്. ഈ റമദാൻ മാസത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഇഫ്താറാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ വിശുദ്ധമായ റമദാൻ മുഴുവനായിട്ടും നാം ഒരു ഇഫ്താർ നടത്തിയിട്ടില്ല എന്ന ഒരു ഗണത്തിലാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് എല്ലാ മുസ്ലിമായ മനുഷ്യർക്ക് മേലും നിർബന്ധമായ ഒന്നാണ്. ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം ഷാഫി മദ്ഹബ് പ്രകാരം 4 രൂപങ്ങളിലാണ് സമയം ക്രമീകരിക്കുന്നത്. ഒന്നാമത്തത്, റമദാനിൻ്റെ ആദ്യത്തെ ദിവസം മുതൽക്ക് ഇത് അനുവദനീയമായ സമയം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കാറുള്ളത്. റമദാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാം, അനുവദനീയമാണ്. രണ്ടാമത്തെ സമയം ഏറ്റവും ഫളീലത്തുള്ള സമയമാണ്, ഏറ്റവും മഹത്തരമായ സമയമായിട്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അത് പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് മുമ്പ് കൊടുക്കുന്ന ആ ഒരു സമയമാണ്. ആ സമയത്തെ സംബന്ധിച്ച് ഹദീസിൽ തന്നെ വളരെ മഹത്തരമായിട്ട് പറയുന്നുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി സക്കാത്തിൽ ഫിത്ർ അൻ തുഅദ്ദാ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്വലാത്ത്. നിസ്കാരത്തിലേക്ക് ജനങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് കൊടുക്കാനാണ്, ഫിത്ർ സക്കാത്ത് കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഹദീസ് പ്രകാരമാണ് ഫളീലത്തിൻ്റെ സമയം മദ്ഹബ് പ്രകാരം കണക്കാക്കുന്നത്. മൂന്നാമത്തെ സമയം കറാഹത്തായ സമയമാണ്. കറാഹത്ത് ലഭിക്കുന്ന സമയം അത് പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് ശേഷം കൊടുക്കുന്നത് കറാഹത്താണ്. നാലാമത്തെ സമയം ഹറാമായ സമയമാണ്. ഈ ഫിത്ർ സക്കാത്തിനെ പെരുന്നാൾ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളിലേക്ക് ഒരു കാരണവുമില്ലാതെ അകാരണമായിട്ട് പിന്തിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്. അങ്ങനെ പിന്തിപ്പിക്കൽ ഹറാമായ ഒരു ഗണത്തിലാണ് പണ്ഡിതന്മാർ പെടുത്തിയിട്ടുള്ളത്. ആരാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? കൊടുക്കുന്ന ആൾ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തത്, ഈദുൽ ഫിത്തറിൻ്റെ രാത്രിയിൽ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം. മൂന്നാമത്തത്, സ്വന്തം ഭക്ഷണത്തേക്കാൾ അധികം ഭക്ഷണം വീട്ടിലുണ്ടായിരിക്കണം. പട്ടിണി കിടക്കുന്ന ആൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ബാക്കി കുറച്ച് ഭക്ഷണം കൂടിയുള്ള ആളാണ്, അതായത് ഇത്തരത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കാത്ത ആളുകളാണ് ഫിത്ർ സക്കാത്തിൻ്റെ എല്ലാ വിഭവങ്ങളും സക്കാത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു ആളിന് 1 സോഅ് എന്ന കണക്ക് പ്രകാരമാണ്. 1 സോഅ് എന്ന് പറയുമ്പോൾ 2.5-3 കിലോൻ്റെ അടുത്ത് വരും. സോഅ് അരിയുടെ തൂക്കമനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ അളവ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 3 കിലോ 2.700 എന്ന ഗണത്തിലാണ് സാധാരണ കണക്കാക്കുക. 2.700 2 കിലോനും 700 ഗ്രാമും കൊടുക്കുന്ന സമയത്ത് നമുക്ക് സൂക്ഷ്മത കാണിക്കാൻ പറ്റും. 3 കിലോ വരെയാണ് അതിൻ്റെ മാക്സിമം ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് പറയുന്ന കണക്ക്. അപ്പോൾ 2.700 എന്ന കണക്കിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഇത് നിറവേച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ് കൊടുക്കേണ്ടത്? അരി, ഗോതമ്പ്, ഈത്തപ്പഴം, അതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫൂത്തുൽ ബലദ് എന്ന് പറയും. ആ നാട്ടിലെ ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അരി ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചില നാട്ടിൽ ഗോതമ്പായിരിക്കും. ഗോതമ്പാകുമ്പോൾ ആ ഗോതമ്പാണ് നൽകേണ്ടി വരിക. ആർക്കാണ് നൽകേണ്ടത്? ഫിത്ർ സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കാം? അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ദരിദ്രരായ ആളുകൾക്കും ആവശ്യക്കാർക്കുമാണ്. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കിൻ എന്നാണ്. പാവങ്ങളായ ആളുകളുണ്ടല്ലോ, ആവശ്യക്കാരായ, ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആവശ്യക്കാരുണ്ടാവണം. പിന്നെ മിസ്കിന്മാരായപ്പെടും ദരിദ്രരായ ആളുകളാണ് ഇതിന് അർഹരാകുന്ന ആളുകൾ. ഫിത്ർ സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ലാത്തത്? ഫിത്ർ സക്കാത്ത് ഒരിക്കലും മാതാപിതാക്കൾക്ക് തന്നെ കൊടുക്കാൻ പാടില്ല. മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കുക, അതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്കും കൊടുക്കുക, അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുക, ഭാര്യ ഭർത്താവിന് കൊടുക്കുക. ഇങ്ങനെയൊന്നും പറ്റില്ല. അതേപോലെ തന്നെ പണക്കാരായിട്ടുള്ള സമ്പന്നരായ ആളുകൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കുക. ഇതൊന്നും ഫിത്ർ സക്കാത്ത് നൽകാൻ പാടില്ലാത്ത ആളുകളാണ്. മക്കളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് പിതാവാണ്. മക്കളുടെ ഫിത്ർ സക്കാത്ത് പിതാവാണ് കൊടുക്കേണ്ടത് എന്നാണ് നവവി തങ്ങൾ പറയുന്നത്. നമ്മൾ ഷാഫി മദ്ഹബിലെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പം മക്കളുടേത് അത് പിതാവാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്. യജിബു അല സൗജി
ഫിത്തറത്തു സൗജത്തിഹി, തൻ്റെ ഭാര്യയുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്, നിർബന്ധമാണ്. അതുപോലെ തന്നെ പണം നൽകാൻ പറ്റുമോ? അരിക്ക് പകരം പണം കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവർക്കുള്ള ധാരാളം ആവശ്യങ്ങൾ നിറവേറുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ ഫിത്തർ സക്കാത്തിന് പകരമായിട്ട്, സക്കാത്തിന് അരിയുടെയും മറ്റും പകരമായിട്ട് പണം നൽകാമോ എന്ന് ചോദിച്ചാൽ ഷാഫി മദ്ഹബ് പ്രകാരം പണം നൽകാൻ പറ്റില്ല, ഭക്ഷണം തന്നെ നൽകണം. ലാ യജൂസു ഇഖ്റാജുൽ ഖീമ ഫി സക്കാത്ത് ഫിത്തർ സക്കാത്തിൻ്റെ അളവിൽ, ഫിത്തർ സക്കാത്തിൽ ഒരിക്കലും പണം നൽകാൻ പാടില്ല. ഫിത്തർ സക്കാത്തിൽ ഒരിക്കലും പണം നൽകുന്നത് ശരിയല്ല, ഒരിക്കലും നൽകാൻ പാടില്ല. അപ്പം പണമായിട്ട് ഫിത്തർ സക്കാത്ത് നൽകാൻ പറ്റില്ല എന്നർത്ഥം. നൽകേണ്ട ഏറ്റവും നല്ല സമയം നേരത്തെ പറഞ്ഞല്ലോ, ഈദുൽ ഫിത്തറിൻ്റെ നിസ്കാരത്തിന് തൊട്ട് മുമ്പാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ളൊരു കൽപ്പനയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾ അവരുടെ കുടുംബത്തിൻ്റെ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് കുടുംബത്തിൻ്റെ തലവനായിട്ടുള്ള ആളാണ് ഫിത്തർ സക്കാത്തിനെ കൊടുക്കേണ്ടത്. അതായത് കുടുംബനാഥൻ എന്ന് പറയുന്ന ആളാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളുടേത് കൊടുക്കേണ്ടത് പിതാവാണ്. ഇനി ഗർഭത്തിലുള്ള കുഞ്ഞിന് ഫിത്തർ സക്കാത്ത് ഉണ്ടോ? ഗർഭത്തിലുള്ള കുഞ്ഞാണ്, ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞാണെങ്കിൽ ഷാഫി മദ്ഹബ് പ്രകാരം നിർബന്ധമില്ല. എന്നാൽ കൊടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയാം, നിർബന്ധമില്ല. അതുപോലെ തന്നെ പറ്റ പാവപ്പെട്ട ആളാണെങ്കിൽ സ്വന്തം ഭക്ഷണം മാത്രം ഇയാളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്കും ഇതുപോലെ തന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ല. അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത അമുസ്ലിങ്ങൾക്കും ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പാടില്ല, മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ബന്ധുക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ പാവപ്പെട്ടവരാണെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ഒന്നിലധികം ആളുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ വീട്ടിലൊക്കെ ഒരു 10-15 ആളുകളുണ്ട്. ഈ 10-15 ആളുകളുടെ ഫിത്തർ സക്കാത്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ പാവപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്നതാണ്, അതൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഒരു ഫിത്തർ തന്നെ പലർക്കും വീതിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റുന്നതാണ് ഫിത്തർ സക്കാത്തിൽ, അങ്ങനെയുമുള്ള സൗകര്യമുണ്ട്. പിന്നെ റമദാൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കൊടുത്തു തുടങ്ങാമെന്നാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ, തൻ്റെ വീട് നിൽക്കുന്ന നാട്ടിൽ തന്നെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അതെ, കൊടുക്കണമെന്നാണ്. അതാണ് ഏറ്റവും ഉചിതമായതും അത് തന്നെയാണ്. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ കൊടുത്തയക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്രക്കും ആവശ്യമുണ്ടെങ്കിൽ, ആ നാട്ടിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങോട്ടും അയക്കാവുന്നതാണ്. പിന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫിത്തർ സക്കാത്താണ്, ഇത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഫിത്തർ സക്കാത്ത എന്ന രൂപത്തിലുള്ള നിയ്യത്ത് നിർബന്ധമാണ്. ആ നിയ്യത്ത് വെക്കേണ്ടത് ഇത് കൊടുക്കുമ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി അളന്ന് വെക്കുമ്പോഴാണെങ്കിലും അത് പ്രശ്നമില്ല. എന്താണ് ഈ ഫിത്തർ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിത്തർ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിൻ്റെ കുറവുകൾ, ന്യൂനതകളൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ധാരാളം പാളിച്ചകൾ സംഭവിക്കും, തെറ്റുകൾ സംഭവിക്കും, ദുർചിന്തകൾ സംഭവിക്കും, നോമ്പ് മുറിയാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും സംഭവിക്കും. അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കിട്ടാനും ശുദ്ധീകരിക്കാനുമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കാനുമാണ്. പാവപ്പെട്ട ആളുകൾ പട്ടിണിയെടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിവസം അത്രക്കും സന്തോഷിക്കുന്ന ആ ദിവസത്തിൽ പാവപ്പെട്ടവർ പട്ടിണിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകുവാനുമാണ് ശരീഅത്ത് ഇത്തരത്തിൽ ഫിത്തർ സക്കാത്തിനെ നിർബന്ധമായ രൂപത്തിൽ കൊടുക്കണമെന്ന് നിർദ്ദേശിക്കും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഭാര്യയുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്. അപ്പോൾ ഭർത്താവ് അത്ര വലിയ സാമ്പത്തിക ശേഷിയില്ല, പക്ഷെ ഭാര്യ വളരെ വലിയ സമ്പന്നയാണെങ്കിൽ ഭാര്യയുടേത് ഭാര്യയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഷാഫി മദ്ഹബിൽ ഭാര്യയുടെ ഫിത്തർ സക്കാത്ത് ഭർത്താവ് തന്നെയാണ് കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാമിൽ ശറഇൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കളുടേത് മകൻക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ, മകൻ മാതാപിതാക്കളുടേത് ഏറ്റെടുത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ ദരിദ്രരായാലും മകൻ്റെ മേലിൽ ഫിത്തർ സക്കാത്ത് നിർബന്ധമില്ല. മാതാപിതാക്കൾ ദരിദ്രരാണെങ്കിൽ അവർ കൊടുക്കേണ്ടതില്ല, മകൻ്റെ മേലിൽ അത് നിർബന്ധമില്ല എന്നാണ് ശരീഅത്തിൻ്റെ കാഴ്ചപ്പാട്. ഇനി അടിമകളൊക്കെ ആണെങ്കിൽ അടിമയുടെ ഉടമകളാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ജോലിക്കാരൊക്കെ വീട്ടിൽ ജോലി എടുക്കുന്ന ആളുകളുണ്ടാകും, അവരുടേത് ഈ അടിമകളെ പോലെ കൊടുക്കാൻ പറ്റില്ല. ജോലിക്കാർ സ്വന്തമായിട്ട് തന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരാൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അതായത് റമദാനിൻ്റെ അവസാന ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം മരണപ്പെട്ടാൽ അയാളുടെ ഫിത്തർ സക്കാത്ത് അയാളുടെ പിരടിയിൽ ഉണ്ടാകുമോ, അയാൾ കൊടുക്കേണ്ടതുണ്ടോ, മരിച്ച ശേഷം അയാളുടെ സ്വത്തിൽ നിന്നും ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. കാരണം നിർബന്ധത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അയാളുടെ മേൽ ഫിത്തർ സക്കാത്ത് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് സൂര്യാസ്തമയത്തിന് ശേഷം ജനിച്ചാൽ
അവനക്ക് ഫിത്ർ നിർബന്ധമില്ല. എന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് ജനിച്ചാൽ ആ കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഗർഭത്തിലുള്ള കുഞ്ഞിന് ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല എന്നാണ് ഷാഫി മദ്ഹബ് പ്രകാരം പറയുന്നത്. ഇനി ഒരാൾ സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നാൽ എന്ത് ചെയ്യണം? ഒരാൾ കൊടുക്കാൻ മറന്നു, ബാക്കിയുള്ളവരൊക്കെ കൊടുത്തു, ഇയാൾ സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നാൽ ഓർമ്മ വരുന്നത് എപ്പോഴാണോ അതപ്പം തന്നെ അവൻ ഉടനടി അതിനെ കൊടുത്തു വീട്ടണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് പല ഭാര്യമാരുണ്ടെങ്കിൽ ഓരോ ഭാര്യയ്ക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറാഹത്താണ്. അത് കൊടുത്താൽ സാധുവാകുന്നതാണ്, കൊടുത്താൽ സ്വീകാര്യമാകും, പക്ഷേ കറാഹത്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി പെരുന്നാൾ കഴിഞ്ഞ് ഈദൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ അത് തെറ്റ് ഉള്ള രൂപത്തിലായിരിക്കും, പാപമുള്ള രൂപത്തിലായിരിക്കും. എന്നാൽ കൊടുക്കൽ നിർബന്ധവുമാണ്. അത് ഹറാമിൻ്റെ ഗണത്തിലാണ് പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഷാഫി മദബിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരു സോ ആണ്, 2,700 ഗ്രാമായിട്ട് വരും, 2 കിലോ 700 ഗ്രാമായിട്ട് വരും. അതുപോലെ തന്നെ പണം നൽകാൻ പറ്റില്ല. ഭാര്യയുടെയും കുട്ടികളുടേതും കൊടുക്കേണ്ടത് ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികളുടെ പിതാവ് നൽകണം. ഏറ്റവും നല്ല സമയം, കൊടുക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ല സമയം പെരുന്നാൾ ദിവസം നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.